ഗായ്സ്, ഒരു സൂപ്പർ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. MCUവിന്റെ അടുത്ത മെഗാ ഇവന്റ് അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ട്രെയിലറും പോസ്റ്ററും ഒഫീഷ്യലി ഡ്രോപ്പ് ആയി. RDJ അഥവാ ഡോക്ടർ ഡൂം എന്താ ചെയ്യാൻ പോകുന്നത്, ആരെല്ലാം വരും എന്നൊക്കെ ഉള്ളതിന്റെ ഒരു ഫുൾ ബ്രേക്ക് ഡൗൺ എക്സൈറ്റിംഗ് റൂമറുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് എല്ലാവരും കാണാം. സോ ആദ്യം ആ ഒഫീഷ്യൽ പോസ്റ്റർ നോക്കാം. ഡൂം ഒരു പെയിന്റിങ്ങിലേക്ക് നോക്കി നിൽക്കുകയാണ്. അതിലെ ക്യാപ്ഷൻ എന്താണെന്നറിയോ? ഡൂം ഡസ് നോട്ട് നോക്ക്. ആ പെയിന്റിങ്ങിലുള്ളത് ഡൂമിന്റെ ഭാര്യയും മകളുമാണ്. കോമിക്സിൽ അവരൊരു ട്രാജിക് ആക്സിഡന്റിൽ നഷ്ടപ്പെട്ടതാണ്. ഇത് ക്രോസ് ചെക്ക് ചെയ്താൽ ഈ വലിയ നഷ്ടം കാരണമാകാം ഡൂം ഇൻകേഷൻ ക്രിയേറ്റ് ചെയ്യാൻ കാരണം. പിന്നെ ലീക്കുകളും ഇൻസൈഡർ റിപ്പോർട്ടുകളും അനുസരിച്ച് സിനിമയിൽ RDJയുടെ മുഖം മുഴുവനായിട്ട് കാണാൻ പറ്റില്ല. ഓൾമോസ്റ്റ് 70% മുതൽ 80% വരെ സിനിമയിൽ ഡൂമിന്റെ ഐക്കോണിക് മാസ്ക് തന്നെയാകും. 20% മാത്രമായിരിക്കും മുഖം കാണിക്കുക. RDJ മുഴുവനായി മറന്ന് പ്യോർലി ഡോക്ടർ ഡൂമായി തന്നെ നമുക്ക് സ്ക്രീനിൽ കാണാം. ട്രെയിലറിന്റെ തുടക്കത്തിൽ തന്നെ എക്സ്മാൻ യൂണിവേഴ്സ് ആണ് കാണിക്കുന്നത്. പ്രൊഫസർ സേവിയറിന്റെ സ്കൂൾ ബോർഡ് താഴെ വീണു കിടക്കുന്നു. എവിടെയോ വലിയൊരു ഫൈറ്റ് കഴിഞ്ഞതുപോലെ. അപ്പോൾ സേവിയർ വിൻഡോസിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ചില്ലിംഗ് ഡയലോഗ്. ആ വോയിസ് കേട്ടാൽ സ്ട്രിക്ട്ലി RDJയുടെ വോയിസ് പോലെ തന്നെയാണ് തോന്നുന്നത്. അടുത്ത സീനിൽ എക്സ്മാൻ യൂണിവേഴ്സിന്റെ അടുത്തേക്ക് മറ്റൊരു യൂണിവേഴ്സ് വന്ന് കൂട്ടിയിടിച്ച് നശിക്കുന്നത് കാണാം. മേ ബി ഇത് ടോബിയുടെ യൂണിവേഴ്സ് ആകുമോ? ഇൻകേഷനുകൾ ക്ലൈമാക്സിലല്ല, സിനിമയുടെ ഓപ്പണിംഗിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അടുത്ത സീനിൽ എർത്ത് 616 അഥവാ നമ്മുടെ അവഞ്ചേഴ്സ് ടവർ ആണ് കാണിക്കുന്നത്. റെനോവേഷൻ ഒക്കെ ചെയ്ത് ടെക്നിക്കൽ നോക്കിയാൽ തണ്ടർബോൾട്ട് വൈബുള്ള പുതിയ അവഞ്ചേഴ്സ് ലോഗോ ഒക്കെ ഉണ്ട്. ഫാന്റാസ്റ്റിക് ഫോർ ടീം, ആൻഡ്മാൻ, സാം വിൽസൺ, വിന്റർ സോൾജിയർ, പഴയതും പുതിയതുമായ എല്ലാ അവഞ്ചേഴ്സും ഇവിടെ അസംബിൾ ആയിട്ടുണ്ട്. പക്ഷെ മെയിൻ അട്രാക്ഷൻ തോർ താൻ ഇവിടെ ലീഡറായി നിൽക്കുന്നത്. തോറിനൊരു മാസ് മോട്ടിവേഷൻ സ്പീച്ചും ഉണ്ട്. ഐ ഹാവ് ഫൗട്ട് വിത്ത് മെനി വാരിയേഴ്സ് ഇൻ മൈ ടൈം. ദേ വർ ഫാർ സ്ട്രേഞ്ചർ ദാൻ ഓൾ ഓഫ് us put together and they died. താനോസിനെ വരെ ഫേസ് ചെയ്ത തോർ ഇന്ന് പേടിക്കുന്നു എന്ന് പറഞ്ഞാൽ ഡൂം എത്ര പവർഫുൾ ആയിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയേ. അവഞ്ചേഴ്സ് HQ സ്ക്രീനിൽ 3 ഭൂമികൾ മേർജ് ആകുന്ന ടൈമർ ഓടുന്നു. വിഷ്വൽസിൽ 3 പ്ലാനുകൾ ഒന്നിച്ച് കൂട്ടിയിടിക്കുന്നത് കാണാം. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം എർത്ത് 616 എക്സ്മാൻ യൂണിവേഴ്സ് പിന്നെ ഫാന്റാസ്റ്റിക് ഫോർ യൂണിവേഴ്സ് 3 ഇൻകേഷനിൽ ലോക്കായി. അതുപോലെ ഡൂം നിൽക്കുന്ന സ്ഥലം കണ്ടാൽ എക്സാക്ട്ലി ദ വോയിഡ് പോലെയുണ്ട്. മേ ബി ഡൂം വോയിഡ് കൺട്രോൾ ചെയ്യാൻ ട്രൈ ചെയ്യുകയാണോ? അവിടെ കണ്ട ക്യാപ്റ്റൻ അമേരിക്ക ഒന്നെങ്കിൽ ഒറിജിനലായ സ്റ്റീവ് റോജേഴ്സ് അല്ലെങ്കിൽ ഡൂമിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ക്യാപ്റ്റൻ ഹൈഡറും ആവാം. പാരലായി വക്കാൻഡ ആക്ഷൻ ഷൂറി പുതിയ സ്യൂട്ടിൽ മാസ് ആയിട്ടുണ്ട്. നെമോറയുമായി യുദ്ധം നടക്കുന്നു. എൻറ്റയർ വേൾഡും മൾട്ടിവേഴ്സ് മുഴുവൻ കംപ്ലീറ്റ് കെയോസിലാണ്. കട്ട് ചെയ്താൽ ഹീറോ വേഴ്സസ് ഹീറോ പോരാട്ടങ്ങൾ. സൈക്ലോപ്സ് ഉണ്ട്. വേറൊരു വശത്ത് ഷാങ്ചി 10 റിങ്സുമായി ഗാംബീറ്റുമായി ഫൈറ്റ് ചെയ്യുന്നു. 2 പേര് ഹീറോസ് ആണ്, പക്ഷെ എന്തിനാണ് അടിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. സ്ക്രീനിൽ ലോക്കിയുടെ TVA ID കാർഡ് കാണിക്കുന്നു. പക്ഷേ ഗോഡ് ഓഫ് സ്റ്റോറീസ് ലോക്കിയെ കാണിക്കാതെ TVA ഏജന്റ് ലോക്കിയെയാണ് കാണിക്കുന്നത്. ഇതൊരു മെമ്മറി ഫ്ലാഷ് ബാക്ക് ആകുമോ? അതോ ലോക്കി മൾട്ടി ടൈം ഏജന്റായി വർക്ക് ചെയ്യുന്നതാണോ? റൂമർ എന്താണെന്ന് കേട്ടാൽ ഡൂം ഒരു മുൻ TVA ഏജന്റ് ആണെന്നാണ്. ലോക്കി നിൽക്കുന്ന ലൊക്കേഷൻ കണ്ട ക്യാപ്റ്റൻ അമേരിക്കയുടെ പഴയ വീട് പോലെ തന്നെയുണ്ട്. ഇനി ട്രെയിലറിന്റെ ക്ലൈമാക്സ് പോർഷൻ, തോർ വേഴ്സസ് ഡോക്ടർ ഡൂം ഫൈറ്റ്. തോറിന്റെ ഫുൾ പവർ അറ്റാക്ക്. ഡൂം വളരെ സിമ്പിളായി ഇടത് കൈകൊണ്ട് കാഷ്വലായി സ്റ്റോപ്പ് ചെയ്യുന്നു. ആബ്സല്യൂട്ട്ലി ഡോമിനൻസ്. തോർ പേടിച്ചു പോയി പറയുന്നുണ്ട് വി നീഡ് എ മിറാക്കിൾ. ഇമ്മീഡിയറ്റ്ലി തോർ ഒരു ഷിപ്പിന്റെ ഉള്ളിലേക്ക് നടന്നു വരുമ്പോൾ മുന്നിൽ ഒരു സ്റ്റീവ് റോജേഴ്സ് അഥവാ ക്യാപ്റ്റൻ അമേരിക്ക നിൽക്കുന്നു. കൺഫേം ചെയ്യാൻ മിയോൾനിയർ ഹാമർ ക്യാപ്പിന് കൊടുക്കുന്നു. ബൂം! ക്യാപ് ഹാമർ ലിഫ്റ്റ് ചെയ്യുന്നു. ലോക്കി തന്നെയാണ് ക്യാപ്പിനെ റിക്രൂട്ട് ചെയ്ത് കൂട്ടിക്കൊണ്ടുവന്നത്. ട്രെയിലറിൽ ഡോക്ടർ സ്ട്രേഞ്ചിനെയും സ്പൈഡർമാനെയും ഒന്നും കാണിച്ചിട്ടില്ല. മേ ബി സ്പൈഡർമാൻ 4 സംഭവങ്ങൾക്ക് ശേഷമായിരിക്കും അവരുടെ എൻട്രി. ഓവറോൾ ട്രെയിലർ പക്ക ഫയർ ആണ്. ഹൈപ്പ് ആകെ മാറിയിട്ടുണ്ട്. മൂവി റിലീസ് ആവാൻ പക്ഷേ ഇനിയും വെയിറ്റ് ചെയ്യണം. പക്ഷേ MCU കംബാക്ക് 100% ഗ്യാരണ്ടീഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ട്രെയിലറിൽ ഏത് സീനാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? കമന്റിൽ ഒന്ന് പറഞ്ഞേ. ഇനി നെക്സ്റ്റ് വീഡിയോയ്ക്ക് വീണ്ടും കാണാം. ബൈ.